ആദ്യമായി കേരളത്തിൽ ക്ഷേമ പെൻഷൻ നൽകിയത് 1980-81 ഇ.കെ. നായനാർ സർക്കാരാണ്. 45 രൂപ. 1982-87 UDF സർക്കാർ ക്ഷേമ പെൻഷൻ ഒരു നയാ പൈസ കൂട്ടിയില്ല. 1987-91 ഇ.കെ. നായനാർ സർക്കാർ ക്ഷേമ പെൻഷൻ തുക 15 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 60 രൂപയാക്കി. 91-96 UDF സർക്കാർ ക്ഷേമ പെൻഷൻ ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. ശേഷം 96-2001 ഇ.കെ. നായനാർ സർക്കാർ ക്ഷേമ പെൻഷൻ തുക ഇരട്ടിയാക്കി 120 രൂപ. 2001-2006 UDF ഭരണത്തിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. ഈ കാലയളവിൽ എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകൾ പെൻഷൻ ഇനത്തിൽ കുടിശ്ശിക വരുത്തിയത് 28 മാസമാണ്. 2006-2011 വി.എസ്. അച്യുതാനന്ദൻ സർക്കാരാണ് പിന്നീട് ഈ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തത്. വി.എസ്. സർക്കാർ പെൻഷൻ തുക 120 നിന്ന് 500 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ തുക 100 രൂപ കൂട്ടി ഗിമ്മിക്ക് കാണിച്ചു. പേരിന് തുക കൂട്ടിയെങ്കിലും അതിനുശേഷം പെൻഷൻ വിതരണം തന്നെ നിലച്ചു. ഈ കാലയളവിൽ 18 മാസമാണ് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. 2016-21 പിണറായി വിജയൻ സർക്കാരാണ് ഈ 18 മാസത്തെ കുടിശ്ശികയും വിതരണം ചെയ്തത്. ഒന്നാം പിണറായി വിജയൻ സർക്കാർ ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി ഉയർത്തി. 1000 രൂപയുടെ വർധനവ്. മുൻ സർക്കാരിന്റെ കുടിശ്ശിക ഉൾപ്പെടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ പെൻഷനായി വിതരണം ചെയ്തത് 35,154 കോടി രൂപയാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 2025 ഒക്ടോബർ വരെ ഈ ഇനത്തിലാകെ 45,517 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2025 നവംബർ മുതൽ പെൻഷൻ 400 രൂപ കൂട്ടി 2000 ആക്കിയിരിക്കുകയാണ് ഈ സർക്കാർ. പ്രതിമാസം മുടക്കമില്ലാതെ വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് 63 ലക്ഷത്തോളം പേർക്കാണ്. ഇതിന് പുറമെയാണ് ഇനി മുതൽ 32 ലക്ഷം സ്ത്രീകൾക്ക് കൂടി 1000 രൂപ പെൻഷൻ ലഭിക്കാൻ പോകുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വഴി ഗൃഹജോലിയുടെ മൂല്യം ഉൾപ്പെടെയാണ് അംഗീകരിക്കപ്പെടുന്നത്. ഇതുൾപ്പെടെ നോക്കുമ്പോൾ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ 95 ലക്ഷമാവുകയാണ്. അതായത് 1 കോടിയുടെ അടുത്ത്. ആകെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ഇതെന്നോർക്കണം.